വാർത്തകൾ തുടരുന്നു. തൃശൂർ കുന്നംകുളത്തെ ഇടിമിന്നലിൽ ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. രാത്രി വടക്കാഞ്ചേരി റോഡിലെ ഗുഡ് ഷെപ്പേഡിന് മുന്നിലുള്ള ട്രാൻസ്ഫോമറാണ് കത്തിയത്. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ട്രാൻസ്ഫോമർ കത്തി നശിച്ചതോടെ മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വൈകിട്ട് 8 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വിവരങ്ങൾ. വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് കുന്നംകുളം എരുമപ്പെട്ടി മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. വൈകിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടായത്. കുന്നംകുളത്ത് ആണ് രാത്രി 8 മണിയോടെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്ഫോർമറിന് ഇടിമിന്നലിൽ തീപിടിച്ചത്. വടക്കാഞ്ചേരി റോഡിലെ ഗുഡ് ഷെപ്പേഡിന് മുന്നിലുള്ള ട്രാൻസ്ഫോമറാണ് കത്തിയത്. മേഖലയിൽ ഈ സമയത്ത് ശക്തമായ മഴ ഉണ്ടായിരുന്നു. ഈ മഴയോടൊപ്പം ഉണ്ടായ ഇടിയും മിന്നലിലുമാണ് ഇത്തരത്തിൽ ട്രാൻസ്ഫോമറിന് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. മേഖലയിൽ ഈ ട്രാൻസ്ഫോമർ കത്തിയതോടെ വൈദ്യുത ബന്ധം ആകെ താറുമാറായിരിക്കുകയാണ്. മാത്രമല്ല, ഈ സമീപ പ്രദേശമായ ചേലക്കരയിലും അതുപോലെ തന്നെ എരുമപ്പെട്ടി ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വലിയ നാശമാണ് വൈകിട്ട് പെയ്ത വേനൽ മഴ വിതച്ചത്. ഗതാഗത തടസ്സവും അതുപോലെ തന്നെ വൈദ്യുത ബന്ധം തകരാറിലായാലും ഉൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. തോന്നൂക്കരയിൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വീണ മരങ്ങൾ അതുവഴി എത്തിയ MP കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അതെല്ലാം മുറിച്ചു മാറ്റിയാണ് ഗതാഗതമൊക്കെ പുനഃസ്ഥാപിച്ചത്. അതുമാത്രമല്ല, എരുമപ്പെട്ടി മേഖലയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് വൈകിട്ട് പെയ്ത കാറ്റും മഴയും ഒക്കെ ഉണ്ടായത്. വിവിധ ഇടങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുത തൂണുകൾ ഉൾപ്പെടെ വൈദ്യുത കാലുകൾ ഉൾപ്പെടെ തകർന്നു. നെല്ലുവായി പട്ടാമ്പി റോഡിൽ മരം കടപുഴകി വീണ് വലിയ രീതിയിലാണ് ഗതാഗത തടസ്സമുണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തൃശൂർ നഗരത്തിലും സമാന രീതിയിലുള്ള കാറ്റിലും മഴയിലും വലിയ നാശനഷ്ടമാണ് കോർപ്പറേഷൻ പരിധിയിലൊക്കെ ഉണ്ടായത്. നിരവധി വൈദ്യുത പോസ്റ്റുകളും ട്രാൻസ്ഫോർമറുകളും ഫ്ലക്സ് ബോർഡുകളും ഉൾപ്പെടെയാണ് കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് നിലംപൊത്തിയത്. ഈ വൈകിട്ട് ഈ പെയ്ത മഴയിലാണ് അന്നും സമാനമായ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഈ വേനൽ മഴയോടൊപ്പം വരുന്ന കാറ്റും ഇടിമിന്നലുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശം ഉണ്ടാക്കുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കുന്നംകുളത്ത് ഇടിമിന്നലിൽ ട്രാൻസ്ഫോർമർ കത്തിയതും അതുപോലെ തന്നെ എരുമപ്പെട്ടി മേഖലയിലും തിരുവല്ലാമല ചേലക്കര മേഖലയിലും ഒക്കെ ഉണ്ടായ വലിയ രീതിയിലുള്ള നാശനഷ്ടം. വൃന്ദ.